രണ്ട് തരം ആളുകളുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെയെങ്കിലും ഇരിക്കണം. അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഡിപ്പെൻഡൻ്റായിട്ട് എവിടെയെങ്കിലും ഇരിക്കണം. അവർക്ക് ചുറ്റും എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടാവണം. അങ്ങനെ. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവർ ഓടിക്കൊണ്ടേയിരിക്കും. ഒറ്റ റിക്വസ്റ്റേ ഉണ്ടാവുള്ളൂ, എൻ്റെ ജീവിതം എനിക്ക് വിട്ടു തരണം. ഈ ഒരു റിക്വസ്റ്റേ ഉണ്ടാവുള്ളൂ. ഞാൻ ആ രണ്ടാമത്തെ ഇനത്തിൽ പെടുന്നതാണ്. എനിക്കിഷ്ടമാണ്, ഓടിക്കൊണ്ടേയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റ റിക്വസ്റ്റേ പ്രപഞ്ചത്തോടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവരുള്ളൂ, എൻ്റെ ജീവിതം എനിക്ക് വിട്ടു തരണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫാമിലിയിൽ സൂയിസൈഡ് നടന്നിട്ടുണ്ട്. അത് ഒരു തനിയാവർത്തനമാവാതിരിക്കാനായിരുന്നു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് ഞാൻ ശ്രമിച്ചത്. കാരണം എന്നിലും ആ ചിന്ത വളരെ ശക്തമായിരുന്നു. ഞാനെടുത്ത് വെച്ച ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അത് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത പോലെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അമ്മാതിരി പ്രശ്നങ്ങളിലോട്ട് ഞാൻ അകപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒരു കുരുക്ക് കഴിക്കുമ്പോൾ അടുത്ത കുരുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഞാനെടുത്ത് വെച്ച പ്രശ്നങ്ങളാണ് ജീവിതത്തിൻ്റെ. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒറ്റമൂലിയായിരുന്നു ഓടിക്കൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ ഇങ്ങനെ ആ ഓട്ടത്തിൽ നമുക്ക് ക്ഷീണം വരില്ല. നമുക്ക് 24 മണിക്കൂറും നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം വരില്ല. താങ്ങാൻ തോളുണ്ടെങ്കിലല്ലേ തളർച്ചയുള്ളൂ. പ്രപഞ്ചം ഓരോരുത്തർക്കും ഓരോ വിധിയാണ് എഴുതി വച്ചിരിക്കുന്നത്. എൻ്റെ വിധി എന്ന് വെച്ചാൽ എനിക്ക് തോള് ഇല്ല എന്നുള്ളതാണ്. ഇടയ്ക്കൊക്കെ ഞാനൊരു മനുഷ്യനാണല്ലോ, ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു സങ്കടം വരും. നമ്മുടെ ചുറ്റുമുള്ളവർക്കൊക്കെ ഒരു ആശ്രയം എന്നോണം ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർക്കും നമുക്കൊരു ചെറിയ വിഷമമൊക്കെ വരും. കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്ത് എൻ്റെ മകളാണ് ഇമോഷണലി. എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ആരുമില്ല എന്ന് മനുഷ്യ സഹജമായ ചില വിഷമങ്ങൾ ചില നേരത്ത് വരും. പക്ഷെ എന്നാലും അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഞാൻ നിന്നുപോയേനെ. ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഓടി ജീവിതത്തിൻ്റെ അവസാനം എത്തുമ്പോൾ എന്താ പറയുക, ഒരടയാളവും ബാക്കി വെക്കാതെ ഇന്നൊരാൾ ജീവിച്ചിരുന്നു ഭൂമിയിൽ, അങ്ങനെ ഒരു അടയാളമൊന്നും വേണ്ട. നന്നായിട്ടങ്ങ് സമാധാനത്തോടെ ജീവിതം ജീവിച്ച് എൻ്റെ ജീവിതം എനിക്ക് ജീവിച്ച് മരിക്കണം.